കോർപ്പറേഷനിലെ UDF തിളക്കമാർന്ന വിജയം നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു കാലത്തുമില്ലാത്ത നിലയിലുള്ള ജനങ്ങളുടെ പിന്തുണ UDFന് ലഭിക്കുകയാണ്. 50 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കണം. ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കോഴിക്കോട്ട് വീശുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഈ കാര്യത്തിലുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, EDയെ വെച്ച് BJPയും CPM കളിക്കുകയാണ്. ED ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ടീസ് അയക്കും. അത് BJP CPMനെ സഹായിക്കാനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ED ഇല്ല, നോട്ടീസും ഇല്ല, ഒന്നുമില്ല, നടപടിയില്ല. അപ്പോൾ ഇപ്പം കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെൻറ്റെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ ഖജനാവിൽ 5 പൈസയില്ല. ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ 1,10,00,000 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു? മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ ഇപ്പം തന്നെ 2-3 കാറുണ്ട്. കാറ് വാങ്ങാൻ 1,10,00,000 രൂപ. ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ലാവ്ലിൻ കേസുമായി മസാല ബോണ്ടിന് ബന്ധമുണ്ട്. ലാവ്ലിൻ കമ്പനിയിൽ ഷെയറുള്ള CDPQ എന്ന കമ്പനിക്ക് 1000 കോടിയിലധികം രൂപയുടെ ലാഭമുണ്ടാക്കിയ ഒരിടപാടാണിത്. ഞാനന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ EDയുടെ നോട്ടീസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് കള്ളത്തരമാണ്. പക്ഷേ മസാല ബോണ്ടിൽ നടന്ന അഴിമതി ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷിക്കപ്പെടും. അതിന് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ പരിശ്രമവും നടത്തും. വല്ല സംശയമുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ പോയി? മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി PAമാരെ ചോദ്യം ചെയ്ത് എവിടെ പോയി? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മറ്റാരോപണങ്ങൾ വന്നു, എവിടെ പോയി? ഇതെല്ലാം ഒരു കള്ളക്കളിയാണ്. CPMും BJPയും തമ്മിലുള്ള അണ്ടർഹാൻഡ് ഡീലാണ്. ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. അതുകൊണ്ട് ഈ നോട്ടീസിനെ നിങ്ങൾ ആരും ഗൗരവത്തിലെടുക്കണ്ട. അതിനേക്കാൾ പലിശ കുറഞ്ഞ പണം കിട്ടുമല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മെട്രോയ്ക്ക് എടുത്തത് 3.5%, 9.27%. അതും ഈ മസാല ബോണ്ട് വിറ്റ് 1075 കോടി രൂപ നഷ്ടപ്പെടുത്തിയതാണ്. എന്തിനാണെന്നറിയാമോ? ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ. പിണറായി വിജയൻ എന്ന ലാവലിനോട് വലിയ പ്രേമമാണ്. 375 കോടി രൂപയുടെ അഴിമതിയായിരുന്നു ലാവ്ലിൻ കേസ്. ഇപ്പോൾ തീർന്നിട്ടില്ല കേസ്, സുപ്രീം കോടതി കിടക്കുകയാണ്. പിണറായി വിജയൻ 7ാം പ്രതിയാണ്. ആ കേസ് മാറ്റി വെക്കുന്നു. 41 തവണ മാറ്റി. എങ്ങനെ മാറ്റി? CPM BJP ബന്ധത്തിൻ്റെ ഭാഗമല്ലേ ഈ മാറ്റലെല്ലാം? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് സുപ്രീം കോടതി 41 തവണ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇനിയും മാറ്റും. അപ്പോൾ പക്ഷേ സത്യത്തെ ആർക്കും മറയ്ക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയാണല്ലോ അധ്യക്ഷൻ, മുഖ്യമന്ത്രിയാണല്ലോ കിഫ്ബിയുടെ അധ്യക്ഷൻ. അദ്ദേഹം തന്നെ അറിഞ്ഞിട്ട് ചെയ്തതാണ്, അത് സംശയമൊന്നുമില്ല. ഒരു സംശയവും വേണ്ട. അടുത്തത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരുന്നത്. കാരണം പത്മകുമാർ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആ വാർത്തകൾ ശരിയാണെങ്കിൽ, ആ വാർത്തകൾ യാഥാർത്ഥ്യമാണെങ്കിൽ മന്ത്രിമാരിലേക്കും പ്രത്യേകിച്ച് കടകംപള്ളിയിലേക്ക് അന്വേഷണം നീങ്ങും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. BJPയുമായി ഏറ്റവും അടുത്ത ബന്ധം ഇന്ന് കേരളത്തിലെ CPMനാണ്. അതാണ് SIRനെതിരെ പോസ്റ്റ് ഇട്ടാൽ അവരുടെ പേര് കേസെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം. CPMും RSSും BJPയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. മതന്യൂനപക്ഷങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വ്യക്താക്കളായി അവർ മാറുകയാണ്. പുതിയ രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാണ്. KPCC പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാറിനോട് വിശദമായ റിപ്പോർട്ട് തേടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആലോചിച്ച് യുക്തമായ നടപടി കൈക്കൊള്ളും.